നിങ്ങളുടെ സെറ്റിലൊക്കെ സാധാരണ ഈ സീരിയൽ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചോളാം എന്നോട്. സാധാരണഗതിയിൽ നമ്മുടെ ഈ ലൊക്കേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടുമോ? ഈ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനും സ്നേഹിക്കാനും ഇടപഴകാനും സമയമൊക്കെ കിട്ടുമോ? അത് നമുക്കിപ്പോ സീൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കും നമുക്ക് ടൈം കിട്ടാറുണ്ടല്ലോ. റീൽസ് ചെയ്യും ഞങ്ങള്. റീൽസ് ഒക്കെ ചെയ്യും. ഓ ഐശ്വര്യായിട്ട് റീൽസ് ചെയ്തു അല്ലേ? അത് കുറച്ച് പോപ്പുലർ ആണല്ലോ അല്ലേ? ഐശ്വര്യ എങ്ങനെ മോഹൻലാലിന്റെ നായികയായിട്ട് അഭിനയിച്ചു അല്ലേ? അപ്പൊ പ്രേക്ഷകർ പറഞ്ഞു ഐശ്വര്യ നമസ്കാരം. ഐശ്വര്യ യഥാർത്ഥത്തില് വളരെ കമ്മിറ്റഡ് ആയ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? റീൽ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി ഭയങ്കര കൂളാട്ടാ. ഈ ഒരു ക്യാരക്ടർ പോലെയല്ല. ഇത് കണ്ടിട്ട് അളക്കണ്ടല്ലേ ആൾക്കാര്? പക്ഷെ അത് പക്ഷെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടേട്ടാ വരൂ. വൈഷ്ണവി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വയലിൻ പഠിക്കാൻ പോയിട്ട് പക്ഷെ പഠിച്ചത് അച്ചാർ ഉണ്ടാക്കാനാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ആ സംഭവം? വയലിൻ ഭയങ്കര ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എനിക്ക്. അപ്പൊ അതൊന്ന് പഠിക്കണം എന്നുള്ള ഒരു കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. നിപ്പില് ഞാനും എന്റെ കസിൻ ഉണ്ട് മീര, ഞങ്ങൾ രണ്ടുപേരും കൂടെ വയലിൻ വാങ്ങിപ്പിച്ച് സാറിനെ ഞങ്ങൾ കണ്ടു. അപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്, ശ്രീവിലാസം ഗ്രന്ഥശാല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു 2-3 സ്റ്റുഡൻസിനൊക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറിനെ നമുക്കവിടെ വന്നിട്ട് പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊരു സാറിനെ കിട്ടി. ഞങ്ങൾ ഭയങ്കര ആവേശത്തോടെ ഞങ്ങൾ ചെന്നു വയലിനൊക്കെ പഠിക്കാമല്ലോ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അങ്ങ് വായിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ ചെന്ന് നോക്കിയപ്പോ സാറിന് 2 പാട്ടുകൾ അറിയാം. അതിനകത്ത് മെയിൻ നമുക്ക് തരുന്നത് കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞ. അപ്പൊ ഞങ്ങള് ചെന്നിരുന്ന തന്നെ സാർ ഈ സാധനം അങ്ങോട്ട് എടുത്തിട്ടു ഞങ്ങൾ വായിച്ചു. അപ്പൊ നമ്മൾ ഓഹോ ഇതിനിപ്പോ ഞങ്ങൾ പഠിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ലെസൺ അങ്ങനെ അമ്മ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ തുടങ്ങി. പക്ഷെ ഒരു 2-3 മാസം സാറ് വന്നു. ശനിയും ഞായറും ആരും സാറ് വന്നോണ്ടിരുന്നത്. ഇന്നും സാപ്പാസായെ അറിയൂ ഞങ്ങക്ക്. കാര്യം പുള്ളി സാപ്പാസപ്പുറം പോയില്ല. പോണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാർ ഇത് സാപ്പാസ ഞങ്ങളെ കൊണ്ട് എല്ലാരെയും കൊണ്ട് വായിപ്പിച്ചിട്ട് സാറ് വയലിൻ ഞങ്ങൾ താത്തു വെക്കും. നമുക്ക് ഇനി അതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിഞ്ഞൂടാ. പുള്ളി വയലിൻ താത്തി വെച്ചിട്ട് പുള്ളി പറഞ്ഞു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് ഡേ ഞങ്ങളത് എങ്ങനെയാണ് സർ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ ഓരോ അച്ചാറുകൾ ന്യൂഡിൽസുകൾ ഉണ്ടോന്ന് സംശയമുണ്ട്. വായിക്കാനായിരുന്നോ എന്ന് അറിയുന്നില്ല. മുൻ ജന്മത്തിൽ ചിലപ്പോൾ അച്ചാർ കച്ചവടക്കാരനായിരിക്കും, ഈ ജന്മത്തിൽ വയലിനിസ്റ്റ് ആയതായിരിക്കും. അങ്ങനെ എന്നിട്ട് അച്ചാർ ഉണ്ടാക്കിയോ? അച്ചാറോട്ട് പഠിച്ചില്ല, വയലിൻ വായിക്കാൻ പഠിച്ചു അതും ഇല്ല. അതുണ്ട്, വയലിനില്ല. നമ്മൾ കാശ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി 3 സംഭവം നമ്മുടെ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ വൈഷ്ണവിയുടെ ഒരു പാട്ട് കേട്ടാലോ അല്ലേ? ഞാൻ റെഡിയാ. അത് കുഴപ്പമില്ല. നീലക്കോടുവേലി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിന്മേലെ മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടിന്നല്ലേ നീയും പോരും തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. ഈ കുറെ നിങ്ങളിങ്ങനെ അഭിനയിച്ചു കഴിയുമ്പോഴേ ഈ കല്യാണ സ്ഥലത്തൊക്കെ പോയുമ്പം ഈ ഒരു സീരിയൽ പോലെ അഭിനയിച്ച് സംസാരിക്കേണ്ടി വരുമോ? ഓർമ്മയുണ്ടോ എന്നറിയില്ല. അല്ല, പുറത്തിറങ്ങുമ്പോ ഭയങ്കര ടെൻഷൻ ആവുക. ഈ കുട്ടിയുടെ പ്രശ്നം എന്തോ ഇവിടെ തീർന്നിട്ട് പോയാൽ മതി. ഇനിയിപ്പോ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. പൊതുവേ ഒരു ടെൻഷൻ കാര്യമാണോ ആള്? എനിക്ക് വന്ന് നിന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ ടെൻഷനൊക്കെ മാറും. അപ്പൊ ഈ 11 മണിക്ക് ഒരു ഷോട്ട് എടുക്കണേ 10:55 സീരിയലായ ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെയാണോ പ്രശ്നം? ഇവിടെ 5 മിനിറ്റ് നേരത്തെ വന്നല്ലോ. ഇപ്പൊ റിലാക്സ്ഡ് ആയല്ലോ. ഇപ്പൊ ഭയങ്കര ഇപ്പൊ യഥാർത്ഥം ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തകർത്ത് 4 ചോദ്യം ചോദിക്കാനോട് ഇല്ലേ? ഓക്കെ, അല്ല ടെൻഷൻ എല്ലാം മാറും. ഇപ്പൊ മാറിയല്ലോ. ഇപ്പൊ കംപ്ലീറ്റ് ഐശ്വര്യ മുഖത്തുണ്ട് ഇപ്പൊ. ടെൻഷൻ പോയി, എല്ലാ ടെൻഷനും പോയി.
അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെയാ? നമ്മൾ ടെൻഷന്റെ ആശാട്ടിയാണോ? ഇല്ല ഇല്ല. ടെൻഷൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ ക്യാരക്ടറിന്റെ അത് വെച്ചിട്ട് അങ്ങനൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ചിന്തിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ സാർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇറങ്ങുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വൈഷ്ണവി ഈ നമ്മുടെ ഓഡിഷൻ പോയ ദിവസം ഉണ്ടല്ലോ, നമ്മുടെ ഫൈസൽ അടിമാലി ഓഡിഷൻ ചെയ്ത സമയം, അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു? അതെ, അത് എന്റെ അടുത്ത് ഈ കൈത്തന്തൂരത്തിന്റെ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ എന്നോട് ചോദിച്ചു, ഈ ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇത് എനിക്ക് പ്രോംപ്റ്റ് ചെയ്ത് തന്നപ്പോ ആ ഡയലോഗ് പറയാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന്. സത്യത്തിൽ ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ല, അത് അവിടെ ചെന്ന് നിന്നു. ഡയലോഗ് സാറ് തന്നെയാണ് ആ ഡയലോഗ് എഴുതിയത്, ഫൈസൽ സാർ തന്നെയാണ് എഴുതിയത്. അത് അവിടെ നിന്ന് പ്രോംപ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാ അത് സംഭവിച്ചു എന്ന് അജയ് എന്നാണ് ആ പയ്യന്റെ പേര്. ആ പയ്യൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയില്ല ഞാനത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ. വൈഷ്ണവി നല്ല ചെറുപ്പമാണല്ലോ, പക്ഷേ ഒരു നല്ല പ്രായമുള്ള നെഗറ്റീവ് വില്ലത്തി വേഷങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ജാടയുള്ള പെണ്ണാന്നൊരു തോന്നൽ ആൾക്കാർക്കുണ്ട്. അത് പൊതുവെ എന്നെ കാണുമ്പോ എല്ലാരും വിചാരിക്കും അവളുടെ പോക്കും അവളുടെ വരവൊക്കെ എന്നാ ജാടയാന്നറിയാം പാർട്ടി. അങ്ങനെ ഒരു അങ്ങനെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ടോ? ഇല്ല. അത് സുസ്മിത ഒരു പാവം കുട്ടിയാ, പാലേ കുടിക്കൂ. അതുകൊണ്ട് അത് ആരെയും കണ്ട് അങ്ങനെ ചിന്തിക്കത്തില്ല അല്ലേ? ഇവിടെ പവറട്ടിക്കാരി നല്ല സൂപ്പറായിട്ട് പറ. തോന്നിയിട്ടില്ലല്ലേ? ഹെഡ് വെയിറ്റ് ഉണ്ടെന്ന് പലരും പറയാം. ഈ തലയ്ക്ക് ഇത്തിരി കനം കൂടുതലുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ അത് ആരും മൈൻഡ് ചെയ്യില്ല സാർ. പണ്ടൊക്കെ ചിലപ്പോ തലയ്ക്ക് കനം കൂടിയാ ഈ തലയെടുത്ത് വേലത്തി വെക്കാൻ നല്ലത്. വേറെ ഒരു കാര്യമില്ല.